ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഷുഡ്, ഷുഡ് ബി, ഷുഡ് ഹാവ് ബീൻ, ഷുഡ് ഹാവ് ഹാഡ്, ഷുഡ് ഹാവ് ഹാഡ് ടു, ഷുഡ് ഹാവ് ടു, ഷുഡ് ഹാവ് ടു ഹാവ്. ഇതിനെപ്പറ്റിയൊക്കെ ചെറിയ ചെറിയ കൺഫ്യൂഷനെങ്കിലും പലർക്കും ഉണ്ടാകും. ഇന്ന് ആ കൺഫ്യൂഷനൊക്കെ മാറണം. ഇതൊക്കെ ഓരോന്നും എന്താണ് എന്ന് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നു. എല്ലാ കൺഫ്യൂഷനും ഈ ഒരു ലെസണോടുകൂടി മാറണം. ആദ്യം ഷുഡ്. ഒരു കാര്യം ചെയ്യണം, എനിക്കവിടെ പോകണം, നീ ഇവിടെ വരണം എന്നൊക്കെ പറയില്ലേ? അങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഷുഡ് സെൻഡ് ഹിം ടു ഷോപ്പ്. എനിക്ക് അവനെ ഷോപ്പിലേക്ക് അയക്കണം. യു ഷുഡ് കം ഹിയർ. നിങ്ങൾ ഇവിടെ വരണം. വി ഷുഡ് ടോക്ക് ഈച്ച് അതർ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. ഇങ്ങനെ ഷുഡ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഷുഡിൻ്റെ ഒപ്പം ഉപയോഗിക്കുന്നത് ബേസ് ഫോമാണ്. ഷുഡ് ഗോ, ഷുഡ് കം, ഷുഡ് സീ, ഷുഡ് സിങ്, ഇതൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ എക്സാമ്പിൾ തന്നെ ഒന്നുകൂടി ശ്രദ്ധിക്കാം. അപ്പോൾ ഷുഡ് കഴിഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ബേസ് ഫോമാണ് എന്ന് കാണാം. ഐ ഷുഡ് സെൻഡ് ഹിം ടു ഷോപ്പ്. യു ഷുഡ് കം ഹിയർ. വി ഷുഡ് ടോക്ക് ഈച്ച് അതർ. ഷുഡ് കഴിഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്ന സെൻഡ്, കം, ടോക്ക് ഇതെല്ലാം വേർബിൻ്റെ ബേസ് ഫോം ആണ്. അപ്പോൾ ഷുഡ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷുഡ് ബി. ഇതും വളരെ സിമ്പിളാണ്. ഷുഡ് ബി എന്നത്, ഇപ്പോൾ ഞാൻ വീട്ടിൽ ഉണ്ടാകണം, നീ സ്കൂളിൽ ഉണ്ടാകണം, എല്ലാവരും എൻ്റെ അടുത്ത് ഉണ്ടാകണം എന്നൊക്കെ പറയില്ലേ? അപ്പോൾ അവിടെ ഉണ്ടാകണം അല്ലെങ്കിൽ ആകണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഷുഡ് ബി ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ല. സ്കൂളിൽ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ സ്കൂളിൽ അവിടെ ഉണ്ടാവുകയേ വേണ്ടൂ, അല്ലാതെ അവിടെ ഒരു കാര്യം ചെയ്യൂ എന്നല്ല പറയുന്നത്, അവിടെ ഉണ്ടാകണം. അപ്പോൾ അവിടെയാണ് ഷുഡ് ബി ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. ഹീ ഷുഡ് ബി അറ്റ് ഹോം റൈറ്റ് നൗ. അവൻ ഇപ്പോൾ വീട്ടിൽ ഉണ്ടാകണം. ഐ ഷുഡിൻ ബി ഹിയർ വിത്ത് യു. ഞാൻ നിൻ്റെ കൂടെ ഇവിടെ ഉണ്ടാകരുത്. ഷുഡിൻ ബി എന്നത് ഷുഡ് നോട്ട് ബി എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഷുഡ് നോട്ട് ബി എന്നാൽ അത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. യു ഷുഡിൻ ബി സെൽഫിഷ്. നീ സെൽഫിഷ് ആകരുത്. സെൽഫിഷ് എന്നാൽ ഒരു അഡ്ജക്റ്റീവ് ആണ്. അതിൻ്റെ മീനിങ് സ്വാർത്ഥതയുള്ളത്. വി ഷുഡിൻ ബി ക്രൂവൽ. നമ്മൾ ക്രൂവൽ ആകരുത്. ക്രൂവൽ എന്നതും ഒരു അഡ്ജക്റ്റീവ് ആണ്. ഇത്തരം സെൻറ്റൻസസിലും ഷുഡ് ബി ഉപയോഗിക്കാം. പിന്നെ ഷുഡ് ബി ഉപയോഗിക്കുന്നതിന് വേറൊരു സിറ്റുവേഷൻ കൂടിയുണ്ട്. അത് പാസീവ് ഫോമിലുള്ള സെൻറ്റൻസുകളിലാണ്. ഇപ്പോൾ എനിക്ക് അവനെ ഷോപ്പിലേക്ക് അയക്കണം. അത് അവൻ ഷോപ്പിലേക്ക് അയക്കപ്പെടണം എന്നല്ലേ? അയക്കപ്പെടുക എന്നൊന്നും നമ്മൾ മലയാളത്തിൽ പറയാറില്ല. അതായത് അവനെ ഷോപ്പിലേക്ക് അയക്കണം, അവനെ. അവിടെ പാസീവ് ഫോമിലുള്ള സെൻറ്റൻസ് ആണ്. ആരാണ് അയക്കുന്നത് എന്നതിനല്ല ഇമ്പോർട്ടൻസ്, അവനെ അയക്കണം അവിടേക്ക് എന്നാണ്. അപ്പോൾ അതൊരു പാസീവ് ഫോമിലുള്ള സെൻറ്റൻസ് ആണ്. അവിടെ നമുക്ക് ഷുഡ് ബി ആണ് ഉപയോഗിക്കേണ്ടത്. ഹീ ഷുഡ് ബി സെൻഡ് ടു ഷോപ്പ്. ഹീ ഷുഡ് ബി സെൻഡ് ടു ഷോപ്പ്. ഷുഡ് ബി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് സെൻറ്റ്. അത് വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 ഫോം ആണ്. ഹീ ഷുഡ് ബി ഗിവൺ ഗുഡ് സാലറി. അവന് നല്ല സാലറി കൊടുക്കണമെന്നാണ്. കൊടുക്കുന്നത് അവനല്ല, അവന് കൊടുക്കണം. അതും ഒരു പാസീവ് ഫോമിലുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ ഹീ ഷുഡ് ബി ഗിവൺ. ഗിവൺ എന്നത് ഗിവ് എന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ്. അപ്പോൾ ഷുഡ് ബി കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ V3 ഫോം ആണ്. പാസീവ് ഫോമിലുള്ള സെൻറ്റൻസുകളിലാണ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത്. വി ഷുഡ് ബി ടോൾഡ് എബൌട്ട് ഇറ്റ്. വി ഷുഡ് ബി ടോൾഡ്, നമ്മളോട് അത് പറയേണ്ടതാണെന്ന്. മറ്റുള്ളവർ നമ്മളോടത് പറയേണ്ടതാണ് എന്ന്, അതിനെപ്പറ്റി നമ്മളോട് പറയേണ്ടതാണ്. വി ഷുഡ് ബി ടോൾഡ്. ഇത് ടെൽ എന്ന വേർബിൻ്റെ തേർഡ് ഫോം, ടോൾഡ്. അപ്പോൾ ഷുഡ് ബി കഴിഞ്ഞിട്ട് V3 ഫോമാണ് പാസീവ് ഫോമിലുള്ള സെൻറ്റൻസുകളിൽ ഉപയോഗിക്കേണ്ടത്. നെഗറ്റീവ് ഫോമിലുള്ള സെൻറ്റൻസുകളിലും ഇത് ഉപയോഗിക്കാം. ഷുഡിൻറ്റ് ബി, ഷുഡ് നോട്ട് ബി എന്നതിൻ്റെ ഷോർട്ട് ഫോം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാം. കിഡ്സ്
ഷുഡിൻ ബി ഗിവൺ മൊബൈൽസ്. അപ്പോൾ അതും പാസീവ് ഫോമിലുള്ള സെൻറ്റൻസ് ആണ്. മറ്റുള്ളവർ, മുതിർന്നവർ കൊടുക്കരുത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഷുഡിൻ ബി ഗിവൺ, ഷുഡിൻ ബി കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് വേർബിൻ്റെ V3 ഫോം ഗിവൺ. അപ്പോൾ ഷുഡ് ബി കഴിഞ്ഞു. അടുത്തത് ഷുഡ് ഹാവ്. ഇതെവിടെയാണ് ഉപയോഗിക്കുന്നത്? 2 സിറ്റുവേഷൻസിൽ അത് ഉപയോഗിക്കാം. ഒന്ന്, നമ്മുടെ കയ്യിൽ ഉണ്ടാകണം എന്ന് പറയില്ലേ, നിൻ്റെ കയ്യിൽ 2 ബുക്സ് ഉണ്ടാകണം. അവർക്ക് വലിയ ഒരു വീട് സ്വന്തമായി ഉണ്ടാകണം. സ്വന്തമായി ഉണ്ടാവുക എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. നിൻ്റെ കയ്യിൽ നല്ല ഒരു ബാഗ് ഉണ്ടാകണം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഈ ഷുഡ് ഹാവ് എന്നതിൻ്റെ ഉപയോഗം വരുന്നത്. അതാണ് ഒരു സിറ്റുവേഷൻ. അതിന് എക്സാമ്പിൾ, ഐ ഷുഡ് ഹാവ് എ ഗുഡ് ബാഗ്. എനിക്ക് സ്വന്തമായി ഒരു നല്ല ബാഗ് ഉണ്ടാകണം. ഹീ ഷുഡ് ഹാവ് എ ഗുഡ് കാർ. അവന് നല്ല ഒരു കാർ ഉണ്ടാകണം. വി ഷുഡ് ഹാവ് സം മണി. നമുക്ക് കുറച്ച് പൈസ ഉണ്ടാകണം. ഇതൊക്കെ സ്വന്തമായി ഉണ്ടാകണം എന്ന അർത്ഥത്തിലാണ് ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. ഇനി ഷുഡ് ഹാവിൻ്റെ വേറെ ഒരു യൂസ്, വേറെ ഒരു സിറ്റുവേഷനിലും ഷുഡ് ഹാവ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ അത് ഉപയോഗിക്കാം. ഓ, ഞാനങ്ങനെ ചെയ്യണമായിരുന്നു. ഓ, ഞാനങ്ങനെ ചെയ്യരുതായിരുന്നു. ഇതിനും നമുക്ക് ഷുഡ് ഹാവ് ഉപയോഗിക്കാം. എക്സാമ്പിൾ, ഹീ ഷുഡ് ഹാവ് മെറ്റ് മീ ദാറ്റ് ഡേ. അവൻ ആ ദിവസം എന്നെ കാണണമായിരുന്നു. ഷുഡ് ഹാവ് മെറ്റ്. ഷുഡ് ഹാവ് മെറ്റ് എന്ന് ഉപയോഗിക്കുമ്പോൾ മെറ്റ് എന്നത് വേർബിൻ്റെ 3rd ഫോമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ റിഗ്രറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഈ ഷുഡ് ഹാവ് പ്ലസ് V3 ഫോം. ഹീ ഷുഡ് ഹാവ് മെറ്റ് മീ ദാറ്റ് ഡേ. ഇനി ഒരു നെഗറ്റീവ് ഫോമിലുള്ള സെൻറ്റൻസ്, ഐ ഷുഡിൻറ്റ് ഹാവ് ടോൾഡ് യു എബൌട്ട് ഇറ്റ്. ഞാൻ നിന്നോട് അതേപ്പറ്റി പറയരുതായിരുന്നു. പറഞ്ഞുപോയി, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം അതിനെപ്പറ്റി ഒന്ന് റിഗ്രറ്റ് ചെയ്യണം. അയ്യോ, ഞാൻ നിന്നോട് അതിനെപ്പറ്റി പറയരുതായിരുന്നു. ഐ ഷുഡിൻറ്റ് ഹാവ് ടോൾഡ് യു എബൌട്ട് ഇറ്റ്. ടോൾഡ് നോക്കൂ, 3rd ഫോമാണ്. ടെൽ എന്ന വേർബിൻ്റെ 3rd ഫോമാണ് അവിടെ ഉപയോഗിച്ചത്. ഇതും ഷുഡ് ഹാവിൻ്റെ ഒരു ഉപയോഗം ആണ്. ഇനി അടുത്തത് ഷുഡ് ഹാവ് ബീൻ. ഹീസ് എ ഡോക്ടർ. ഹീ ഷുഡ് ഹാവ് ബീൻ ഇൻ ദ ഹോസ്പിറ്റൽ ദാറ്റ് ഡേ. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ ആ ദിവസം ഉണ്ടാകണമായിരുന്നു. ഹീസ് എ ഡോക്ടർ. ഹീ ഷുഡ് ഹാവ് ബീൻ ഇൻ ദ ഹോസ്പിറ്റൽ ദാറ്റ് ഡേ. ഉണ്ടാകണമായിരുന്നു. അരുൺ ഷുഡ് ഹാവ് ബീൻ ഇൻ ജിം അറ്റ് 7 o'clock. അരുൺ 7 o'clock ജിമ്മിൽ ഉണ്ടാകണമായിരുന്നു. യു ഷുഡ് ഹാവ് ബീൻ വിത്ത് മീ വെൻ ഐ നീഡഡ് യു. എനിക്ക് ആവശ്യം വന്നപ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടാകണമായിരുന്നു. ഇനി ഷുഡ് ഹാവ് ബീൻ എന്നതിന് വേറെ ഒരു യൂസ് ഉണ്ട്. വേറൊരു സിറ്റുവേഷനിൽ നമുക്കിത് ഉപയോഗിക്കാം. അത് പാസീവ് വോയിസിലെ സെൻറ്റൻസുകളിലാണ്. ഹീ ഷുഡ് ഹാവ് ബീൻ സെൻറ്റ് ടു ജയിൽ. അവൻ ജയിലിൽ അയക്കപ്പെടേണ്ടതായിരുന്നു. അവനല്ല ജയിലിൽ അയക്കുന്ന, അവനെ ജയിലിൽ അയക്കേണ്ടതായിരുന്നു. പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആണ്. അപ്പോൾ സെൻറ്റ്, അവിടെ സെൻഡ് എന്ന വേർബിൻ്റെ V3 ഫോമാണ് സെൻറ്റ്. സെൻഡ് എന്നാൽ അയക്കുക. ദേ ഷുഡ് ഹാവ് ബീൻ ആസ്ക്ഡ് എബൌട്ട് ഇറ്റ്. അവരോട് അതിനെപ്പറ്റി ചോദിക്കണമായിരുന്നു. ഇവിടെയും ചോദിക്കപ്പെടുക എന്നാണ് പറയുന്നത്, പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആയതുകൊണ്ട്. അപ്പോൾ ദേ ഷുഡ് ഹാവ് ബീൻ ആസ്ക്ഡ് എബൌട്ട് ഇറ്റ്. ആസ്ക്ഡ് എന്നത് ആസ്ക് എന്ന വേർബിൻ്റെ V3 ഫോമാണ്. കിഡ്സ് ഷുഡിൻറ്റ് ഹാവ് ബീൻ ഗിവൺ മൊബൈൽസ്. കുട്ടികൾക്ക് മൊബൈൽസ് കൊടുക്കണമായിരുന്നില്ല. കുട്ടികൾക്ക് കൊടുക്കുന്നത് മറ്റുള്ളവരാണ്. അപ്പോൾ അവിടെ പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആണത്. അതുകൊണ്ടാണ് കിഡ്സ് ഷുഡിൻറ്റ് ഹാവ് ബീൻ ഗിവൺ മൊബൈൽസ്. ഇനി അടുത്തത് ഷുഡ് ഹാവ് ഹാഡ്. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി റിഗ്രറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്. സ്വന്തമായി ഒരു കാര്യം ഉണ്ടാകണമായിരുന്നു, സ്വന്തമായി ഒരു കാർ ഉണ്ടാകണമായിരുന്നു, സ്വന്തമായി ഒരു വീടുണ്ടാകണമായിരുന്നു എന്നൊക്കെ പറയില്ലേ, പണ്ടത്തെ കാര്യം. ഇതിനു മുമ്പ് പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെപ്പറ്റി
റിഗ്രറ്റ് ചെയ്യണം. അന്ന് ഉണ്ടാകാതിരുന്ന ഒരു കാര്യത്തെപ്പറ്റി ഉണ്ടാകണമായിരുന്നു അന്ന് എന്ന് പറയില്ലേ, അത്. എൻ്റെ കയ്യിൽ നല്ല ഒരു ബാഗ് ഉണ്ടാകണമായിരുന്നു. എൻ്റെ കയ്യിൽ, അതായത് എനിക്ക് സ്വന്തമായിട്ട് ഒരു നല്ല ബാഗ് ഉണ്ടാകണമായിരുന്നു. ഇപ്പോ ഉണ്ടോ ഇല്ലയോ എന്നതല്ല പ്രശ്നം, മുൻപ്. അന്ന് എൻ്റെ കയ്യിൽ ഒരു നല്ല ബാഗ് ഉണ്ടാകണമായിരുന്നു. അന്ന് അവൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാകണമായിരുന്നു. അതാണ് ഷുഡ് ഹാവ് ഹാഡ്. ഹി ഷുഡ് ഹാവ് ഹാഡ് എ കാർ. അവന് ഒരു കാർ ഉണ്ടാകണമായിരുന്നു, സ്വന്തമായി ഉണ്ടാകണമായിരുന്നു. ഐ ഷുഡ് ഹാവ് ഹാഡ് എ ലാപ്ടോപ്പ് ദാറ്റ് ഡേ. ഐ ഷുഡ് ഹാവ് ഹാഡ് എ ലാപ്ടോപ്പ് ദാറ്റ് ഡേ. ആ ദിവസം എൻ്റെ കയ്യിൽ എനിക്ക് സ്വന്തമായി ഒരു ലാപ്ടോപ്പ് ഉണ്ടാകണമായിരുന്നു. വി ഷുഡ് ഹാവ് ഹാഡ് ഇനഫ് മണി ടു ബൈ എ ബിഗ് ഹൗസ്. നമുക്ക് ആവശ്യത്തിന് പൈസ ഉണ്ടാകണമായിരുന്നു വലിയ ഒരു വീട് വാങ്ങാൻ. ഇനി അടുത്തത് ഷുഡ് ഹാവ് ടു. ഇത് എവിടെ ഉപയോഗിക്കും? എനിക്ക് അവിടെ പോകുക തന്നെ ചെയ്യണം, നീ ഇവിടെ വരിക തന്നെ ചെയ്യണം എന്ന് പറയില്ലേ, അവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ വേർബിന്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. യു ഷുഡ് ഹാവ് ടു ഗോ ദേർ. നീ അവിടെ പോകുക തന്നെ വേണം. ദേ ഷുഡ് ഹാവ് ടു കം ഹിയർ. അവർ ഇവിടെ വരിക തന്നെ വേണം. കുറച്ചുകൂടി ഫോഴ്സ് കൊടുത്തിട്ട് പറയുന്നു, ഇവിടെ വരണം എന്നല്ല, ഇവിടെ വരിക തന്നെ വേണം എന്ന്. ഷുഡ് ഹാവ് ടു. വി ഷുഡ് ഹാവ് ടു ടോക്ക് ഈച്ച് അതർ. വി ഷുഡ് ഹാവ് ടു ടോക്ക് ഈച്ച് അതർ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക തന്നെ വേണം. വി ഷുഡ് ഹാവ് ടു ടോക്ക് ഈച്ച് അതർ. ഷുഡ് ഹാവ് ടു. ദേ ഷുഡ് ഹാവ് ടു ഡു സംതിങ് എബൌട്ട് ഇറ്റ്. അവർക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യുക തന്നെ വേണം. ദേ ഷുഡ് ഹാവ് ടു ഡു സംതിങ് എബൌട്ട് ഇറ്റ്. ഇവിടെ ഷുഡ് ഹാവ് ടു കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. ഐ ഷുഡ് ഹാവ് ടു ടീച്ച് മൈ ബ്രദർ ഓർ എൽസ് ഹി മൈറ്റ് ഫെയിൽ ഇൻ ദ എക്സാം. എനിക്ക് എൻ്റെ ബ്രദറിനെ പഠിപ്പിക്കുക തന്നെ വേണം, അതല്ലെങ്കിൽ അവൻ അതല്ലെങ്കിൽ അവൻ ഫെയിൽ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പഠിപ്പിക്കുക തന്നെ വേണം. ഐ ഷുഡ് ഹാവ് ടു ടീച്ച് മൈ ബ്രദർ. ഇനി അടുത്തത് ഷുഡ് ഹാവ് ഹാഡ് ടു. ഇത് ചെയ്യുക തന്നെ വേണമായിരുന്നു, അങ്ങനെ പറയുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ചെയ്യുക തന്നെ വേണമായിരുന്നു, അവിടെ പോകുക തന്നെ വേണമായിരുന്നു, നീ ഇവിടെ വരിക തന്നെ വേണമായിരുന്നു. വി ഷുഡ് ഹാവ് ഹാഡ് ടു മീറ്റ് ഹിം. അദ്ദേഹത്തെ ഞങ്ങൾ കാണുക തന്നെ വേണമായിരുന്നു. ഷുഡ് ഹാവ് ഹാഡ് ടു മീറ്റ്. ഷുഡ് ഹാവ് ഹാഡ് ടു കഴിഞ്ഞിട്ട് V1 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഞങ്ങൾ അദ്ദേഹത്തെ കാണുക തന്നെ വേണമായിരുന്നു. കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്, സംഭവിച്ചില്ല, അപ്പോൾ അതൊരു റിഗ്രറ്റ് ചെയ്യലാണ്. ഐ ഷുഡ് ഹാവ് ഹാഡ് ടു ടീച്ച് ഹിം. സി ഹി ഫെയിൽഡ്. ഞാൻ അവനെ പഠിപ്പിക്കുക തന്നെ വേണമായിരുന്നു. നോക്കൂ, അവൻ തോറ്റു. അപ്പൊ പഠിപ്പിക്കുക തന്നെ വേണമായിരുന്നു, അത് ചെയ്തില്ല, അപ്പോൾ ഇപ്പൊ റിഗ്രറ്റ് ചെയ്യാണ്. നോക്കൂ, അവൻ തോറ്റു. സി ഹി ഫെയിൽഡ്. ഷുഡ് ഹാവ് ഹാഡ് ടു ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. അവിടെയും വേർബിന്റെ V1 ഫോമാണ് ഉപയോഗിക്കുന്നത്. യു ഷുഡ് ഹാവ് ഹാഡ് ടു ബൈ എ ലാപ്ടോപ്പ്. നീ ഒരു ലാപ്ടോപ്പ് വാങ്ങുക തന്നെ വേണമായിരുന്നു. അപ്പോൾ ഷുഡ് ഹാവ് ഹാഡ് ടു കഴിഞ്ഞു. ഇനി അടുത്തത് ഷുഡ് ഹാവ് ടു ഹാവ്. നമ്മൾ പറയാറുണ്ട്, അത് നിനക്ക് സ്വന്തമായി ഉണ്ടാകുക തന്നെ വേണം. ഉണ്ടാകുക തന്നെ വേണം. സ്വന്തമായി നിനക്കൊരു കാർ ഉണ്ടാകുക തന്നെ വേണം. സ്വന്തമായി നിന്റെ കയ്യിൽ ഒരു നല്ല ബാഗ് ഉണ്ടാകുക തന്നെ വേണം. ഉണ്ടാകുക തന്നെ വേണം. അവിടെയാണ് നമ്മൾ ഷുഡ് ഹാവ് ടു ഹാവ് ഉപയോഗിക്കേണ്ടത്. ഇഫ് യു വാണ്ട് ടു ജോയിൻ എ കോൾ സെന്റർ, യു ഷുഡ് ഹാവ് ടു ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. സ്വന്തമായി എന്താ വേണ്ടത്? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം. ഒരു കോൾ സെന്ററിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സ്വന്തമായി ഉണ്ടാകുക തന്നെ വേണം. വി ഷുഡ് ഹാവ് ടു ഹാവ് ദിസ് ബുക്ക് ഇഫ് യു വാണ്ട് ടു സ്റ്റഡി ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ ഡീറ്റെയിൽ. ഇംഗ്ലീഷ് ഗ്രാമർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഈ ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുക തന്നെ വേണം. ഷുഡ് ഹാവ് ടു ഹാവ്.
അപ്പോൾ ഇന്നത്തെ ഈ ലെസൺ നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഗ്രാമർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. മാത്രമല്ല അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നും കരുതുന്നു.